മുണ്ടക്കൈ, ചൂരൽമല ഈ പേരുകൾ കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഉയരുന്നത് നിലവിളികളാണ്. ഉരുൾ പൊട്ടി വന്ന മലവെള്ളപ്പാച്ചിലിൽ സർവ്വതും നഷ്ടപ്പെട്ട ഒരു ജനതയുടെ ആത്മനൊമ്പരം. എന്നാൽ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ആ ദുരന്തത്തെക്കുറിച്ചല്ല, മറിച്ച് ആ ദുരന്തത്തിന്റെ പേരിൽ നടക്കുന്ന മഹാ ഉഡായിപ്പിനെ കുറിച്ചാണ്. നിങ്ങൾക്കറിയാമോ, ലോകമെമ്പാടുമുള്ള മലയാളികൾ ഹൃദയം നൊന്ത് നൽകിയ 900 കോടിയോളം രൂപ പിണറായി സർക്കാരിന്റെ കൈവശമുണ്ട്. എന്നിട്ടും എന്തുകൊണ്ടാണ് മുണ്ടക്കൈയിലെ മനുഷ്യർ ഇന്നും തെരുവിലും വാടക വീടുകളിലും കഴിയുന്നത്? എന്തുകൊണ്ടാണ് അവർക്ക് നൽകുന്ന വാഗ്ദാനങ്ങൾ വെറും പാഴ്വാക്കുകളാകുന്നത്? സത്യത്തിൽ പുത്തുമലയിൽ നമ്മൾ കണ്ട ആ ക്രൂരമായ വഞ്ചന മുണ്ടക്കൈയിലും ആവർത്തിക്കുകയാണോ? അന്ന് പുനരധിവാസം എന്ന പേരിൽ ആ പാവങ്ങളെ ആട്ടിൻകൂട്ടത്തെ പോലെ ഇടുങ്ങിയ മുറികളിൽ തള്ളിയ സർക്കാർ ഇന്ന് 900 കോടി രൂപയുടെ മുകളിൽ ഇരുന്നു കൊണ്ട് എന്ത് നാടകമാണ് കളിക്കുന്നത്? ഈ വീഡിയോയുടെ അവസാനം വരെ നിങ്ങൾ ദയവ് ചെയ്ത് കാണണം. കാരണം നമ്മൾ മലയാളികൾ മാത്രമല്ല, ഒട്ടേറെ മനുഷ്യർ നൽകിയ ഓരോ രൂപയും എവിടെ പോകുന്നു എന്നതിന്റെ ഞെട്ടിക്കുന്ന കണക്കുകളും പുത്തുമലയിൽ സർക്കാർ നടത്തിയ വഞ്ചനയുടെ ഭീകരതയും ഇന്ന് നമ്മൾ പുറത്തു കൊണ്ടുവരികയാണ്. ഇത് വെറും ഒരു വാർത്തയല്ല, ഇതൊരു ജനതയുടെ അതിജീവനത്തിന് വേണ്ടിയുള്ള പോരാട്ടമാണ്. നമുക്ക് കുറച്ച് പിറകോട്ട് പോകാം. 2019 ഓഗസ്റ്റ് 8 പുത്തുമലയിൽ മലയിടിഞ്ഞു വീണു, എത്രയോ ജീവനുകൾ പൊലിഞ്ഞു. അന്ന് നമ്മുടെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും അവിടെ വന്ന് പ്രഖ്യാപിച്ചതൊക്കെ നിങ്ങൾ ഓർക്കുന്നുണ്ടോ? നിങ്ങളെ ഞങ്ങൾ ചേർത്ത് പിടിക്കും, ലോകോത്തര നിലവാരമുള്ള പുനരധിവാസം നടപ്പിലാക്കും, ഇതൊക്കെയായിരുന്നു വാഗ്ദാനം. എന്നാൽ ഇന്ന് പുത്തുമലയിലെ ഇരകളുടെ അവസ്ഥ എന്താണ്? വർഷങ്ങളോളം കഴിഞ്ഞിട്ടും അവർ എവിടെയാണ് കഴിയുന്നത്? ഒരുപാട് വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്നത് പുത്തുമല മോഡൽ എന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും മോശം പുനരധിവാസ മാതൃകയായി മാറി. 1 സെന്റ് സ്ഥലത്ത് 2 വീടുകൾ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഒരു കുടുംബത്തിന് മാന്യമായി ഒന്ന് നിന്ന് തിരിയാൻ പോലും സ്ഥലമില്ലാത്ത ഇടുങ്ങിയ കോൺക്രീറ്റ് കൂടുകൾ. തോട്ടം തൊഴിലാളികളായ മനുഷ്യർക്ക് പണ്ട് ലായങ്ങളിൽ ലഭിച്ചിരുന്നതിനേക്കാൾ മോശമായ സാഹചര്യമാണ് സർക്കാർ ഒരുക്കി കൊടുത്തത്. അവർക്ക് കൃഷി ചെയ്യാൻ ഇടമില്ല, പശുവിനെ വളർത്താൻ സൗകര്യമില്ല, സ്വന്തം വീട്ടിൽ ഒന്ന് സ്വസ്ഥമായിട്ട് ഇരിക്കാൻ പോലും കഴിയാത്ത അവസ്ഥ. എന്നിട്ടാണ് ഈ സർക്കാർ പറയുന്നത് ഞങ്ങൾ പുനരധിവാസം പൂർത്തിയാക്കി എന്ന്. ഈ പുത്തുമല മോഡൽ മുണ്ടക്കൈയിൽ നടപ്പിലാക്കാൻ നമ്മൾ അനുവദിക്കണോ? ഒരിക്കലും പാടില്ല. ഇനി നമുക്ക് കണക്കുകളിലേക്ക് കടക്കാം. മുണ്ടക്കൈ ദുരന്തം നടന്നപ്പോൾ ഉണ്ടായ ആ ആവേശം നമ്മൾ കണ്ടതാണ്. പിഞ്ചു കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ തങ്ങളുടെ സമ്പാദ്യം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് CMDRF നൽകി. ഏകദേശം 900 കോടി രൂപയോളമാണ് ഈ ഇനത്തിൽ സർക്കാരിലേക്ക് എത്തിയത്. ഇത്രയും വലിയൊരു തുക കൈവശമുള്ളപ്പോൾ എന്തിനാണ് സർക്കാർ കേന്ദ്ര സഹായത്തിന് വേണ്ടി കാത്തിരിക്കുന്നത്? കേന്ദ്രം പണം നൽകുന്നില്ല എന്നത് ശരിയായിരിക്കാം, അത് അവരുടെ രാഷ്ട്രീയമായിരിക്കാം. പക്ഷേ നമ്മുടെ കയ്യിൽ പണമില്ലാത്തതാണോ പ്രശ്നം? അല്ല. 900 കോടി രൂപയുണ്ടെങ്കിൽ മുണ്ടക്കൈയിലെയും ചൂരൽമലയിലെയും ഓരോ കുടുംബത്തിനും 15 സെന്റ് സ്ഥലവും ഒരു ലക്ഷറി വീടും നിർമ്മിച്ചു നൽകാൻ സാധിക്കും. ബാക്കി പണം കൊണ്ട് അവരുടെ ജീവിതം കരക്കെടുപ്പിക്കാനായി ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കാം. എന്നിട്ടും സർക്കാർ എന്തിനാണ് ഈ വൈകിക്കൽ നടത്തുന്നത്? അല്ലെങ്കിൽ ആ നിർമ്മിച്ച പുനരധിവാസം എന്തുകൊണ്ട് ഇത്രത്തോളം മോശം അവസ്ഥയിലേക്ക് എത്തി? പണം വകമാറ്റി ചെലവഴിക്കാനാണോ? അതോ പ്രളയ ഫണ്ട് അഴിമതി പോലെ ഇതും ഏതെങ്കിലും പാർട്ടിക്കാരന്റെ പോക്കറ്റിലേക്ക് പോകുന്നതാണോ? ഈ ചോദ്യം നമ്മൾ ചോദിച്ചേ മതിയാകൂ. സർക്കാർ ഇപ്പോൾ പറയുന്നത് ടൗൺഷിപ്പ് നിർമ്മിക്കുമെന്നാണ്. കേൾക്കുമ്പോൾ നല്ല സുഖമുണ്ട്, പക്ഷേ ഇതിന് പിന്നിൽ വലിയൊരു ചതിയുണ്ട്. തോട്ടം തൊഴിലാളികളെയും കർഷകരെയും കൊണ്ടുപോയി ഫ്ളാറ്റുകളിൽ താമസിപ്പിക്കുന്നത് അവരെ ശ്വാസം മുട്ടിക്കുന്നതിന് തുല്യമാണ്. അവർക്ക് മണ്ണിൽ പണിയെടുക്കണം, അവർക്ക് പച്ചപ്പുള്ള അന്തരീക്ഷം വേണം. ഇതൊക്കെ പറഞ്ഞുകൊണ്ടാണ് ആ വലിയൊരു പുനരധിവാസം കൊട്ടിഘോഷിച്ചുകൊണ്ട് ഉദ്ഘാടനം ചെയ്തത്. എന്നാൽ സർക്കാർ ലക്ഷ്യമിടുന്നത് കുറഞ്ഞ സ്ഥലത്ത് കൂടുതൽ പേരെ കുത്തി നിറച്ച് ബാക്കി വരുന്ന ഭൂമി ലാൻഡ് മാഫിയകൾക്ക് വിട്ടു നൽകാനാണോ എന്നാണ് ചിന്തിക്കേണ്ടത്. പുത്തുമലയിൽ നമ്മൾ കണ്ടത് അതായിരുന്നു. കൃത്യമായ പ്ലാനിംഗ് ഇല്ലാതെ ആർക്കും വേണ്ടാത്ത സ്ഥലങ്ങളിൽ വീട് പണിത് സർക്കാർ ഇരകളെ വീണ്ടും ദുരിതത്തിലേക്ക് തള്ളിയിട്ടു. ആ ചീത്തപ്പേര് മാറ്റാനായി ഇപ്പോൾ പുനരധിവാസം എന്ന പേരിൽ പുതിയൊരു ടൗൺഷിപ്പ് പണിതുവെങ്കിലും അതിന്റെ അവസ്ഥ ഇപ്പോൾ എന്താണ്? അവിടെ വിണ്ടുകീറിയ ചുമരുകൾ, അതായത് താമസം തുടങ്ങിയിട്ട് പോലും ഇല്ലാത്ത വിണ്ടുകീറിയ ചുമരുകൾ കാണുമ്പോൾ നമ്മുടെ കണ്ണ് നിറയുകയാണ്. ആ പാവങ്ങളുടെ അവസ്ഥ എന്താണ്? ദുരന്തം നടന്ന ആദ്യ ദിവസങ്ങളിൽ കാണിച്ച ആ ശുഷ്കാന്തി ഇപ്പോൾ എവിടെ പോയി? മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഇപ്പോൾ വയനാട്ടിലേക്ക് വരാൻ പോലും മടിക്കുകയാണ്. വാടക വീടുകളിൽ കഴിയുന്ന മനുഷ്യർക്ക് നൽകുമെന്ന് പറഞ്ഞ വാടക കൃത്യമായി ലഭിക്കുന്നുണ്ടോ? ഇല്ല. അവർ ഓരോ മാസവും ഓഫീസുകൾ കയറി ഇറങ്ങുകയാണ്. സ്വന്തം മണ്ണ് നഷ്ടപ്പെട്ടവർക്ക് പുതിയൊരു മണ്ണ് കണ്ടെത്താൻ ഇത്രയും കാലതാമസം വന്നതും പോരാഞ്ഞിട്ട് കിട്ടിയ വീടുകളുടെ അവസ്ഥ ഇതും. അതായത് വെറും 900 സ്ക്വയർ ഫീറ്റിൽ താഴെയുള്ള വീടുകളുടെ അവസ്ഥ, ആ ശോചനീയാവസ്ഥയാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇച്ഛാശക്തി ഇല്ലാത്തത് കൊണ്ടാണ് ഇതെല്ലാം. അഴിമതി നടത്താൻ പഴുതുകൾ തേടുന്നത് കൊണ്ടാണ്. വളരെ കൃത്യമായി ഈ വിഷയത്തിൽ വിരൽ ചൂണ്ടിയിട്ടുണ്ട്. അരുത്, പുത്തുമല മോഡൽ പുനരധിവാസം അരുത് എന്ന് അവർ വിളിച്ചു പറയുന്നത് അനുഭവങ്ങളുടെ വെളിച്ചത്തിലാണ്. ഒരു സർക്കാരിന് ഒരു തവണ തെറ്റുപറ്റാം, പക്ഷേ അത് ആവർത്തിക്കുന്നത് തെറ്റല്ല, അതൊരു ക്രിമിനൽ കുറ്റമാണ്. നമ്മൾ മലയാളികൾ വെറുതെ ഇരിക്കരുത്. സോഷ്യൽ മീഡിയയിൽ സർക്കാരിനെ പുകഴ്ത്തുന്ന ക്യാപ്സ്യൂളുകൾ വിഴുങ്ങുന്നവർ അറിയണം,
നിങ്ങളുടെ സഹോദരങ്ങൾ വയനാട്ടിൽ കണ്ണുനീരോടെ കഴിയുകയാണ്. അവർക്ക് കിട്ടേണ്ട നീതി നിഷേധിക്കപ്പെടുമ്പോൾ നമ്മൾ പ്രതികരിച്ചിട്ടില്ലെങ്കിൽ ചരിത്രം നമ്മളോട് ഒരിക്കലും പൊറുക്കില്ല. ശരിയായ പുനരധിവാസം എന്നത് വെറും ഒരു വീട് പണിയല്ല, അത് നഷ്ടപ്പെട്ടു പോയ ഒരു സംസ്കാരത്തിന്റെ വീണ്ടെടുപ്പാണ്. ഓരോ കുടുംബത്തിനും കുറഞ്ഞത് 10 സെന്റ് ഭൂമിയെങ്കിലും നൽകണമെന്നാണ് നമ്മളന്ന് പറഞ്ഞത്. അതോ നടപ്പിലായില്ല. പക്ഷേ ഉള്ള വീടുകൾ നല്ലതായി കൊടുക്കണ്ടേ? അവരുടെ ആവശ്യങ്ങൾക്കനുസരിച്ചുള്ള സ്വതന്ത്രമായിട്ടുള്ള സുരക്ഷിതമായിട്ടുള്ള വീടുകളാണ് വേണ്ടത്. കൃഷി ചെയ്യാനും മറ്റു തൊഴിലുകൾ ചെയ്യാനുമുള്ള സാഹചര്യം അവർക്ക് വേണം. ശാസ്ത്രീയമായ പഠനങ്ങൾക്ക് ശേഷം സുരക്ഷിതമായ സ്ഥലങ്ങളിൽ മാത്രം നിർമ്മാണം എന്ന് പറഞ്ഞിട്ട് ഇപ്പോഴുള്ള അവസ്ഥ കണ്ടില്ലേ? ഇതൊന്നും ചെയ്യാതെ എവിടെയെങ്കിലും കുറച്ച് ഫ്ലാറ്റുകൾ കെട്ടി അല്ലെങ്കിൽ ഒരു പേരിനൊരു പുനരധിവാസം നടപ്പിലാക്കി, ഇതൊക്കെ ആരെ ബോധിപ്പിക്കാനാണ്? നിങ്ങൾക്കിതൊരു വോട്ട് ബാങ്ക് ആണ്, എന്നാൽ നമുക്കിത് അങ്ങനെയല്ല. 900 കോടി രൂപയുടെ ഒരു വിഹിതം പോലും ഇതിനായി ഉപയോഗിക്കാത്തത് അങ്ങേയറ്റം പ്രതിഷേധാർഹമാണ്. മുണ്ടക്കയുടെ വേദന നമ്മുടെ വേദനയാണ്. നമ്മൾ ഇത്രയും നേരം ചർച്ച ചെയ്തത് വെറും ഒരു രാഷ്ട്രീയ ആരോപണമല്ല, മറിച്ച് മണ്ണടിഞ്ഞു പോയ ഒരു ജനതയുടെ നിലവിളിയാണ്. മുണ്ടക്കയിലെയും ചുരൽമലയിലെയും ഓരോ മൺതരയിലും ഇന്നും ഉറ്റവരെ തേടുന്ന ഒരാത്മാവുണ്ട്. ആ മനുഷ്യരുടെ ആത്മാഭിമാനത്തെയാണ് പുത്തുമല മോഡൽ എന്ന പേരിൽ സർക്കാർ വീണ്ടും കുരുതി കൊടുക്കാനായി ശ്രമിക്കുന്നത്. എന്തായാലും എൻ്റെ ഈ ഒരു വീഡിയോ കൊണ്ട് ആ ദുരന്തത്തിന്റെ ആഴമളക്കാൻ കഴിയില്ല. പക്ഷേ നമ്മുടെ ഈ പ്രതിഷേധത്തിന് ഈ സർക്കാരിന്റെ ഉറക്കം കെടുത്താൻ കഴിയും. ചിന്തിച്ചു നോക്കൂ, 900 കോടി രൂപ, ഒരു സാധാരണക്കാരന് സ്വപ്നം പോലും കാണാൻ കഴിയാത്തത്ര വലിയ തുക. ഈ പണം ആരുടേതാണ്? ഇത് ഏതെങ്കിലും മന്ത്രിയുടെയോ പാർട്ടിയുടെയോ ഔദാര്യമല്ല. ഗൾഫിലെ മണലാരണ്യത്തിൽ വിയർപ്പൊഴുക്കുന്ന പ്രവാസി മലയാളി തന്റെ മക്കളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാറ്റിവെച്ച പണമാണ്. തന്റെ കുടുക്ക പൊട്ടിച്ച കുഞ്ഞിന്റെ സമ്പാദ്യമാണ്. പെൻഷൻ തുകയിൽ നിന്നും മാറ്റിവെച്ച ആ പാവം വയോധികന്റെ കരുതലിന്റെ പണമാണ്. ഇത്രയും വിശദമായ ഒരു പണത്തിന് മുകളിൽ അടയിരുന്നു കൊണ്ട് കേന്ദ്രം പണം തരുന്നില്ലെന്നും പറഞ്ഞ് മുടന്ത ന്യായങ്ങൾ നിരത്താൻ ഭരണകൂടത്തിന് എങ്ങനെ മനസാക്ഷി വരുന്നു? കേന്ദ്രത്തിന്റെ വീഴ്ചകൾ കേന്ദ്രത്തോട് ചോദിക്കുക തന്നെ വേണം, അതിൽ യാതൊരു തർക്കവുമില്ല. പക്ഷേ നമ്മുടെ കയ്യിലുള്ള 900 കോടി രൂപ എവിടെ പോയി എന്ന ചോദ്യത്തിന് ഉത്തരം പറയാനുള്ള ബാധ്യത പിണറായി സർക്കാരിനില്ലേ? മുണ്ടക്കയിലെ സഹോദരങ്ങളോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ, നിങ്ങൾ ഒറ്റയ്ക്കല്ല. പുത്തുമലയിൽ സംഭവിച്ചതുപോലെ നിങ്ങളെ വീണ്ടും വഞ്ചിക്കാൻ ഈ കേരളം അനുവദിക്കില്ല. ടൗൺഷിപ്പ് എന്ന ഓമന പേരിൽ നിങ്ങളെ ആൾക്കൂട്ടത്തിനിടയിൽ ഒറ്റപ്പെടുത്താൻ നോക്കുന്നവർ കാണുന്നത് നിങ്ങളുടെ വോട്ടും നിങ്ങളുടെ ഭൂമിയും മാത്രമാണ്. ഒരു തോട്ടം തൊഴിലാളിയുടെ അന്തസ് അവൻ അധ്വാനിക്കുന്ന മണ്ണിലാണ്. ആ മണ്ണിൽ നിന്നും അവനെ പിഴുതെറിഞ്ഞ് കോൺക്രീറ്റ് ഫ്ലാറ്റുകളിൽ തടവിലാക്കുന്നത്, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു യാതൊരു വിധത്തിലുള്ള സുരക്ഷിതവും ഇല്ലാത്ത ഇത്തരത്തിലുള്ള വീടുകൾ കെട്ടിപ്പൊക്കി നൽകുന്നതൊന്നും നമുക്ക് മനുഷ്യാവകാശ ലംഘനം തന്നെ എന്ന് വിളിക്കാം. എന്തായാലും അധികാരികളോട് ഒരു വാക്ക്, ഇത് അവസാനത്തെ മുന്നറിയിപ്പാണ്. ദുരന്തം വിറ്റും PR വർക്ക് ചെയ്തും അധികകാലം മുന്നോട്ട് പോകാനാവില്ല. ഭരണകൂടം ഇരകളെ വീണ്ടും ഇരകളാക്കുന്നത് കണ്ടു നിൽക്കാനും നമുക്കാവില്ല. 900 കോടി രൂപയുടെ കണക്ക് സർക്കാർ ബോധ്യപ്പെടുത്തണം. പുത്തുമലയിലെ തെറ്റുകൾ മുണ്ടക്കയിൽ ആവർത്തിക്കില്ലെന്ന് ഉറപ്പുവരുത്തണം. എന്തായാലും നമ്മുടെ ഈ വീഡിയോ അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുന്നത് വരെ നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ മറ്റൊരു വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി. അതോടൊപ്പം നിങ്ങളുടെ അഭിപ്രായം താഴെ പങ്കുവെക്കാൻ മറക്കരുത്. മറ്റൊരു വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി.